Good morning, students. Our today's topic is implication of strategic management process. Implication of strategic management process. Last class നമ്മൾ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനും അതിൻ്റെ പ്രോസസ്സും ഒക്കെയാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, ദെൻ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉൾക്കൊള്ളിക്കേണ്ട ചില കാര്യങ്ങൾ, ഒരു നെസസിറ്റി, അതാണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 4 പോയിൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് വൺ സീക്വൻഷ്യൽ നാച്ചർ, സെക്കൻഡ് ഇൻ്റർ റിലേറ്റഡ്, തേർഡ് ഫീഡ്ബാക്ക് ഈസ് നെസസറി ഫോർ ഡൈനാമിക് സിസ്റ്റം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ സീക്വൻഷ്യൽ നാച്ചർ. സീക്വൻഷ്യൽ നാച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കണം. അതായത് എവിടെ മുറിഞ്ഞു പോകാനൊന്നും പാടില്ല. എന്താണ്? ഒരു സീക്വൻസ് ഉണ്ടാവണം. അതിന് പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവേണ്ടത്. ഓൾ ദി എലമെൻറ്റ്സ് ഓർ പ്രോസസ് ഓഫ് ദി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ് ഷുഡ് ബി സീക്വൻഷ്യൽ ഇൻ നാച്ചർ. ഒരു ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് നടന്നത് അപ്പോൾ എന്താണ്? 1 by 1 ആയിട്ട് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാവണം എല്ലാ ആക്ടിവിറ്റീസിനും. നമുക്ക് ആ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ തന്നെ അറിയാം എന്താണ്, ഒന്നിൻ്റെ ബാക്കിയാണ് അടുത്ത് അങ്ങനെ അങ്ങനെ പോകുന്നത് അല്ലേ? അപ്പോൾ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകാനൊന്നും പാടില്ല. സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിന് ഉണ്ടാവണം. അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവണം. ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ. ദെൻ സെക്കൻഡ്, ഇൻ്റർ റിലേറ്റഡ്. The entire elements of the process are interrelated. This interrelatedness suggests effect of each factor on others. Thus, there may be two-way impact of the factor, each affecting others and in turn being affected by others. Interrelated ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവണം. അപ്പോൾ ഇൻ്റർറിലേറ്റഡ് ആർ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയാൽ മാത്രമാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർഗനൈസേഷനിലെ എല്ലാ എലമെൻറ്റ്സും ഇൻ്റർ റിലേറ്റഡ് ആയിരിക്കണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ ഉണ്ടാവണം. അതാണ് സെക്കൻഡ്, ഇൻ്റർ റിലേറ്റഡ് ആവണം. ദെൻ ഫീഡ്ബാക്ക് ഈസ് നെസസറി. അപ്പോൾ ഫീഡ്ബാക്ക് ഇല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷനും കംപ്ലീറ്റ് ആവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഫീഡ്ബാക്ക് ഈസ് നെസസറി ടു ടോളറേറ്റ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സ്ട്രാറ്റജി. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് എന്ത്? ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ട്രാറ്റജിയുടെ ഏതെങ്കിലും ഡിഫക്റ്റും ഡീവിയേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് തന്നെ ഉള്ളതാണെന്ത്? കൺട്രോളിങ്, ഇവാലുവേഷൻ, കൺട്രോളിങ് ആൻഡ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് നെസസറി ആണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഇംപ്ലിക്കേഷൻ. ദെൻ ഡൈനാമിക് സിസ്റ്റം. സ്ട്രാറ്റജിക് management can be termed as dynamic system. The term dynamic is used to describe the constantly changing the nature of conditions which affect the interrelatedness and interdependent strategic activities. അപ്പോൾ ഡൈനാമിക് ആവണം. എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആവാൻ പാടില്ല. ഓർഗനൈസേഷൻ്റെ സിറ്റുവേഷൻസും ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ആ ചേഞ്ചസും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാവണം ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. കാരണം നമ്മൾ ആദ്യം എൻവയോൺമെൻറ്റൽ അനാലിസിസ് നടത്തുന്നുണ്ട് അല്ലേ? സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വരാനിരിക്കുന്ന ഒരു ഫ്യൂച്ചർ സിറ്റുവേഷൻ എന്താണെന്ന് ഫോർകാസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് ആണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഫസ്റ്റ് വൺ സീക്വൻഷ്യൽ നാച്ചർ, സെക്കൻഡ് ഇൻ്റർ റിലേറ്റഡ്, ദെൻ ഫീഡ്ബാക്ക് ഈസ് നെസസറി, ഫോർത്ത് വൺ ഡൈനാമിക് സിസ്റ്റം. ഓൺലി പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് അസംഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് അല്ലേ? ഈ പ്രോസസ്സ് ഒരു 3-4 അസംഷൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അസംഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഹോളിസ്റ്റിക് മോഡൽ, ദെൻ അനലിറ്റിക്കൽ മോഡൽ, നോൺ പൊളിറ്റിക്കൽ മോഡൽ, ഡൈനാമിസം. ഈ 4 അസംഷൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. ഫസ്റ്റ്, അസംഷൻ ഓഫ് ഹോളിസ്റ്റിക് മോഡൽ. ദിസ് അസംഷൻ ഈസ് ടേക്കൺ ഫ്രം നാച്ചുറൽ സയൻസ്.
If this is applied to strategic management, it would be considered that the organization is studied first as a whole within the context of the environment, which is followed by studying individual divisions and function. The strategy formulation process developed from general to specific. Assumption of holistic model. This assumption is taken from natural science. Natural science നിന്നാണ് ഈ assumption എടുത്തിരിക്കുന്നത്. If it is applied in strategic management, it would be considered that ആസ് എ ഹോൾ, ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, അതായത് ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് മാത്രം വെച്ചിട്ടല്ല സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് നടത്തുക. ഓർഗനൈസേഷൻ ആസ് എ ഹോൾ എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പോൾ ജനറൽ ടു പർട്ടിക്കുലർ, അതായത് ഡിഡക്റ്റീവ് തിങ്കിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ജനറൽ ടു പർട്ടിക്കുലർ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ആക്ഷൻസൊക്കെ നടക്കേണ്ടത്. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഏതാണ്ട് ഒരേപോലെയാണ് എന്നുള്ള ഒരു അസംഷനിൽ നിന്ന് നമ്മുടെ ഓർഗനൈസേഷന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേണം നമ്മൾ പോകാൻ. അപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു അപ്രോച്ച്, അതാണെന്ത് ഹോളിസ്റ്റിക് മോഡൽ. ആസ് എ ഹോൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് assumption of holistic model. ഇതിൽ പ്രധാനപ്പെട്ട it would be considered that the organization is studied first as a whole within the context of environment. ഓർഗനൈസേഷനും അതിൻ്റെ എൻവയോൺമെൻറ്റ് കണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് ഓർഗനൈസേഷനെ മുഴുവനായിട്ടും സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എന്താണ് സ്റ്റഡിങ് ഇൻഡിവിജ്വൽ ഡിവിഷൻസ് ആൻഡ് ഫങ്ഷൻ. ആദ്യം മൊത്തത്തിൽ പഠിക്കുക, അതിന് ശേഷം എന്താണ് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിക്നെസ്സും ഡിവിഷൻസും ഒക്കെ എന്താണെന്ന് പഠിക്കുക. അങ്ങനെ ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് വരുന്നൊരു സ്റ്റഡി, അതായിരിക്കണം ഒരു സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യേണ്ടത്. ദി സ്ട്രാറ്റജി ഫോർമുലേഷൻ പ്രോസസ് ഡെവലപ്പ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്, ജനറൽ ടു പർട്ടിക്കുലർ ഓർ ജനറൽ ടു സ്പെസിഫിക്. ഡിഡക്റ്റീവ് തിങ്കിങ് ആണത്, കേട്ടിട്ടുണ്ടാവും അതല്ലേ. അപ്പോൾ ഇതാണ് ഹോളിസ്റ്റിക് മോഡൽ. ഒന്നുമില്ല, ഹോളിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ വിത്ത് ദി കണ്ടക്സ്റ്റ് ഓഫ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ആ ഒരു അസംഷനിലാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സ് കൊണ്ടുപോകേണ്ടത്. ദെൻ സെക്കൻഡ് assumption of analytical model. According to this assumption, strategic management model is not prescriptive. It is analytical in nature, which means only analytical steps should be taken while formulating a strategy, but it does not prescribe the exact procedure. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അനലിറ്റിക്കൽ മോഡലാണ്. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വിശദമായിട്ട് ആലോചിച്ച് അപഗ്രഥനം നടത്തുന്ന രീതി, അതായത് കൃത്യമായ അനാലിസിസോട് കൂടി വേണം നമ്മൾ ഡിസിഷൻ നടത്താൻ. പക്ഷെ എന്താണ്, അതൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ വേണമെന്നൊന്നുമില്ല, ഇന്ന ഫോമിൽ ഇന്ന രീതിയിൽ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഒന്നുമില്ല. പക്ഷെ എന്താണ്, അനലിറ്റിക്കൽ ആവണം. അതായത് അനാലിസിസിനും ഇവാലുവേഷനൊക്കെ ശേഷമാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഷുഡ് കീപ് അനലിറ്റിക്കൽ തിങ്കിങ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പ്രിസ്ക്രിപ്റ്റീവ് ഫോം. ഒരു പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയർ ഒന്നുമില്ല സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന്. എന്താണ്, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അനലിറ്റിക്കൽ മോഡലായിരിക്കണം എപ്പോഴും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, അസംഷൻ ഓഫ് നോൺ പൊളിറ്റിക്കൽ മോഡൽ, വിച്ച് മീൻസ് വേരിയസ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ ലൈക്ക് ബയാസ്ഡ് ഇൻ്റർപ്രിട്ടേഷൻ, സബ്ജക്റ്റീവ് അസസ്മെൻറ്റ്, ഫേവറിറ്റിസം എക്സെട്ര ഡു നോട്ട് എക്സിസ്റ്റ്. ദിസ് അസംഷൻ ഈസ് ഫാർ ഫ്രം റിയാലിറ്റി. പിന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഏത് രീതിയിലാവണം, നോൺ പൊളിറ്റിക്കൽ മോഡലാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ മോഡൽ എന്താണ്, മോശമാണെന്നുള്ള അഭിപ്രായമാണ് അവിടെ വരുന്നത് അല്ലേ. എന്താണ് പൊളിറ്റിക്കൽ മോഡലിൽ വരുന്ന ബിഹേവിയറൽ ഫോംസ് ആയിട്ടുള്ള ബയാസ്ഡ് ഇൻ്റർപ്രിട്ടേഷൻസ്, ആളുകളെ നോക്കിയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ്, കാഴ്ചപ്പാടുകൾ, സബ്ജക്റ്റീവ് അസസ്മെൻറ്റ്, മുൻധാരണകളൊക്കെ. ദെൻ ഫേവറിറ്റിസം, ഏതെങ്കിലും ഒരു പേഴ്സണോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനോട് കൂടുതൽ ഫേവർ കാണിക്കുക, അങ്ങനെയുള്ള ആ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഫോൾ പ്ലേസില്ലേ, ആ കാര്യങ്ങളൊന്നും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഉണ്ടാവാൻ പാടില്ല. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷൻ്റെ ഗോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഡിസിഷനാണ് സ്ട്രാറ്റജി. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്, പൊളിറ്റിക്കൽ മോഡൽ അവോയ്ഡ് ചെയ്യണം. പൊളിറ്റിക്കൽ മോഡൽസ് ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിഹേവിയർ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് അസംഷൻ ഓഫ് നോൺ പൊളിറ്റിക്കൽ മോഡൽ. ദെൻ ഫോർത്ത് വൺ, ഡൈനാമിസം.
Everything in the organization is subject to change over a period of time. Therefore, the success of strategic management applied to any organization lies in how the model is made workable as per the situation. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ് ആൻഡ് ചേഞ്ചസ്. ഓർഗനൈസേഷൻ ഈസ് എ ഡൈനാമിക് ആണ് ഓർഗനൈസേഷൻ, നമുക്കറിയാം അല്ലേ. അതിൻ്റെ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻറ്റേർണലായിട്ടുള്ള ഫാക്ടേഴ്സ്, അങ്ങനെ എല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലേ. കോമ്പറ്റീഷൻ ലെവല്, പൊളിറ്റിക്കൽ പാർട്ടീസ്, നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൈക്രോ ഒക്കെ ഒരുപാട് ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഈ ഫാക്ടേഴ്സൊക്കെ എന്താണ്, ഡൈനാമിക് ആണ് അല്ലേ. അപ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും, എവരിത്തിങ് ഇൻ ഓർഗനൈസേഷൻ ഈസ് സബ്ജക്ട് ടു ചേഞ്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം. Therefore, the success of strategic management applied to any organization lies in how the model is made workable as per the situation. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സ്ട്രാറ്റജി എങ്കിൽ ആ ഓർഗനൈസേഷന് സക്സസ് ഉണ്ടാവും. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ വിജയമുണ്ട്. അപ്പോൾ ഡൈനാമിക് ആയിരിക്കണം എന്ത്, സ്ട്രാറ്റജിക് ഡിസിഷൻ, അതായത് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ സിറ്റുവേഷൻ, നമ്മുടെ സിറ്റുവേഷന് സ്യൂട്ട് ആവുന്ന രീതിയിലാവണം ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇനി എടുക്കാനുള്ള പോയിൻ്റ് ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഇംപ്ലിക്കേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അസംഷൻസും ആണ്. ഇംപ്ലിക്കേഷൻസിൽ നമ്മൾ 4 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, സീക്വൻഷ്യൽ നേച്ചർ. ഓർഗനൈസേഷൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിനൊരു സീക്വൻഷ്യൽ ഓർഡർ ഉണ്ടാവണം. ദെൻ ഓൾ ഫങ്ഷൻസ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ദി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ്. ഓർഗനൈസേഷനിലെ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം, ഇൻ്റർ റിലേറ്റഡ് ആവണം, ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആവണം. അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം. ദെൻ ഫീഡ്ബാക്ക് ഈസ് നെസസറി. അപ്പോൾ ഫീഡ്ബാക്കാണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റീവ് മെഷേഴ്സൊക്കെ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഫീഡ്ബാക്ക് ഈസ് നെസസറി. ദെൻ ഇറ്റ് ഷുഡ് ബി എ ഡൈനാമിക് സിസ്റ്റം. ഇതാണ് 4 ഇംപ്ലിക്കേഷൻസ്. ദെൻ അസംഷനും 4 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ആസ് എ ഹോളിസ്റ്റിക് മോഡലാണ്, ദെൻ അനലിറ്റിക്കൽ മോഡൽ, നോൺ പൊളിറ്റിക്കൽ മോഡൽ ആൻഡ് ഡൈനാമിസം. ഓക്കെ, ഇന്ന് അത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.